ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ എല്ലാവരും മിക്ക ആളുകളും എക്സസൈസുകളായാലും യോഗകളായാലും എന്തെങ്കിലും ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. എന്നാലും എങ്ങനെ ചെയ്യണം, ഏത് സമയത്ത് ചെയ്യണം എന്നൊന്നും നല്ലൊരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ യോഗാസനങ്ങൾ ചെയ്യുന്ന സമയത്ത് നേരത്തെ രാവിലെ എണീറ്റ് യോഗാസനങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. എക്സസൈസ് ആയാലും യോഗകളായാലും എന്തെന്നായാലും രാവിലെ എണീറ്റ് നേരത്തെ 4 മണി മുതൽ ഒരു 7 മണിൻ്റെ ഉള്ളിലുള്ള ടൈമിനൊക്കെയാണ് യോഗാസനങ്ങൾ ചെയ്യാൻ ഏറ്റവും നല്ല ടൈം. പ്രത്യേകിച്ച് അതിൻ്റെ പ്രധാന കാരണം നമ്മളെ വയറ് കാലിയായിരിക്കുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. പക്ഷെ യോഗ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം വെള്ളം വേണേൽ കുടിക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുകൊണ്ട് ഏറ്റവും നല്ല ടൈം രാവിലെയാണ്. പിന്നെ വൈകുന്നേരമൊക്കെ ചെയ്യുന്നേരം നമ്മളെ ഫുഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് ഒരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് പരമാവധി രാവിലെ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ 5-ൻ്റെയും 7 മണി വൈകുന്നേരം 5 മണിക്കും 7 മണിക്കും ഇടയിൽ, അതായത് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ട് ഒരു 3.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഉച്ചഭക്ഷണം കുറച്ച് നേരത്തെ കഴിക്കണം. അപ്പോൾ രാവിലെ ചെയ്യാൻ പറ്റാത്ത ആളുകൾ ആണ് ഈ വൈകുന്നേരം ഈ സമയം ചെയ്യാൻ നോക്കാവും. നമ്മൾ കുറച്ച് ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടുള്ള കുറച്ച് ആസനാസുകളാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഈ ശരീരത്തിൻ്റെ നല്ല ശരീരം ഫ്ലെക്സിബിൾ ആവാനാണ് ഏറ്റവും സഹായിക്കുക. പിന്നെ വയറൊക്കെ ഉള്ള ആളുകൾക്ക്, ഫാറ്റുള്ള ആളുകൾക്ക് കുറച്ചൊരു സഹായമുണ്ട്. പക്ഷെ ശരീരം ഏറ്റവും നന്നായിട്ട് ഫ്ലെക്സിബിൾ ആവും നമ്മളങ്ങനെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ. മറ്റേ മുട്ട് നൂരൂല, കൈ നൂരൂല, കാല് നൂരൂല, അങ്ങനെയൊക്കെ ഓരോരോ പ്രശ്നങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അതൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. നമ്മൾ ആദ്യം തന്നെ ഒരു ബട്ടർഫ്ലൈ പോസിൽ ഇരുന്നു കൊണ്ട് ഒന്ന് ചെയ്യാം അല്ലേ. കൈ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് ചിറകടിക്കുക. 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. നമ്മൾ കുറച്ച് കൂടുതൽ പ്രാവശ്യം ഇവിടേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് വലഞ്ഞു കിട്ടും കുറേ പ്രാവശ്യം ചെയ്താൽ. അപ്പം നമ്മൾ കുറേ പ്രാവശ്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. പിന്നെ അടുത്തത് നമ്മൾ കാല് മടക്കി വെക്കുക, നല്ല ഹിപ്പിനോട് അടുപ്പിച്ച് വെക്കുക. എന്നിട്ട് ഈ കാലെടുത്ത് ഇവിടേക്ക് വെക്കുക. എന്നിട്ട് ഏകദേശം ഇതിന് സമായിട്ട് വരണം. ഇതിന് ഏകദേശം സമായിട്ട് വരണം. എന്നിട്ട് ഈ പെരുവിരൽ രണ്ടും പിടിച്ച് വെക്കുക. എന്നിട്ടൊരു 20 പ്രാവശ്യം എണ്ണുക. 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നല്ലതാണ്. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് യൂട്രസ് ഒക്കെ താവുന്നതിന് നല്ലൊരു എക്സസൈസ് ആണിത്. അപ്പോൾ കുറേ ടൈം ഇങ്ങനെ ഇരുന്ന് ഞാൻ ചെയ്യുക. നമ്മളിപ്പം കുറേ ടൈം ഇരിക്കുന്നില്ല, കുറച്ച് ടൈം ഇരിക്കുന്നില്ല, ഇങ്ങനെ ചെയ്യുക. ഒരു സാവധാനം കാല് മാറ്റുക. ഇനി അടുത്ത് നമ്മൾ ഈ ഇടത് കാല് മടക്കി വെച്ച് ഈ കാലിനെ ഇങ്ങോട്ടെടുത്ത് വെച്ച് ഈ കൈ ഏത് കാലാണോ നീട്ടിപ്പിടിച്ചതെന്ന് വെച്ചാൽ ആ കൈയിനെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഈ കുത്തിവെച്ച കാലിനെ ബാക്കോട്ട് കൈ പിടിക്കുക. അതായത് വലത് കാലാണ് കുത്തി വെച്ചതെന്ന് വെച്ചാൽ വലത് കൈ ബാക്കിലോട്ട് പിടിക്കുക. എന്നിട്ട് ഈ ഇടത് കൈ ഈ മുട്ടിന് കൊണ്ടുവന്ന് പിടിക്കുക. കണ്ടില്ലേ? എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇടത് കാല് നീട്ടി വെച്ച് വലത് കാലെടുത്ത് ഇപ്പുറത്തേക്ക് വെച്ച്, എന്നിട്ട് വലത് കൈയെടുത്ത് ബാക്കിലേക്ക് വെച്ച്, എന്നിട്ട് ഈ ഇടത് കൈയെടുത്ത് ഇപ്പുറത്തുകൂടെ ഈ മുട്ടിന്റെ ഇപ്പുറത്തുകൂടെ എടുത്തിട്ട് ഈ മുട്ടിനെ പിടിക്കുക. എന്നിട്ട് ബാക്കോട്ട്
ഈ ബാക്കിൽ കുത്തിയ കൈ എവിടെയാണെന്ന് വെച്ചാൽ ആ ഭാഗത്തേക്ക് നോക്കുക, ബാക്കിലോട്ട്. 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. തിരിയുക, കൈ മാറ്റുക, കാല് മാറ്റുക, കൈ എടുക്കുക. ഇനി ഈ വലത് കാൽ നീട്ടിപ്പിടിച്ച് ഈ ഇടത് കാൽ ഇപ്പുറത്തേക്ക് വെച്ചു. എന്നിട്ട് ഈ കുത്തി വെച്ച കാലിന്റെ കൈ ബാക്കിലോട്ട്, ചെസ്റ്റ് വിരിച്ചിട്ട് ബാക്കിലോട്ട്. എന്നിട്ട് ഇതിനെ കൈ കൊണ്ട് പിടിക്കുക. കണ്ടില്ലേ? വലത് കൈ കൊണ്ട് വലത് കാലിനെ പിടിക്കുക. ഇടത് കാലും ഇടത് കൈയും, ഇടത് കാല് ചുറ്റി പിടിക്കുക, ഇടത് കൈ ബാക്കിലോട്ട് വെക്കുക, വലത് കാല് നീട്ടി വെക്കുക, വലത് കൈ എടുത്ത് ഇങ്ങനെ ചുറ്റി പിടിക്കുക. എന്നിട്ട് 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. കഴുത്ത് നേരെ തിരിക്കുക, കൈ റിലീസ് ചെയ്യുക, കാല് മാറ്റുക, കൈ. എന്നിട്ട് ഇടത് കാല് ഹിപ്പിനോടും വലത് കാല് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് കുറച്ചു നേരം മുട്ടിന് താങ്ങ് കൊടുത്തിട്ട് 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. ഞാൻ എല്ലാവരും ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യണം. ഓരോന്ന് ചെയ്യുന്ന സമയത്ത് ഞാൻ എണ്ണുന്നത് കാരണം, എണ്ണെന്ന് വെച്ചാൽ എല്ലാവരും ക്രമം നിന്നോട്ടെ വിചാരിച്ചിട്ട്, മറ്റൊന്ന് കൂടുതൽ ഒന്ന് കുറവ് അങ്ങനെ വേണ്ട വിചാരിച്ചിട്ടാണ് എണ്ണുന്നത്. അപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ശ്വാസം എടുക്കുകയും വിടുകയും വേണം. അപ്പൊ നേരെ തിരിച്ച് ഈ കാല് ഇവിടേക്ക് കൊണ്ടുവരിക, ഈ കാല് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ചോട്ടിലത്തെ കൈ മുട്ടില്ലേ, അതിനൊരു ബലം കൊടുക്കുക. എന്നിട്ട് 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. നമ്മള് കമന്ന് കിടക്കുക. എന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് റെസ്റ്റ് എടുക്കുക. നമ്മൾ എത്ര നേരം ഓരോന്ന് ചെയ്തതല്ലേ. എന്നിട്ട് നമ്മൾ ഇവിടെ ഈ വയറിന്റെ സൈഡ്, ഈ ചെസ്റ്റിന്റെ ഭാഗത്ത് കൈ പൊക്കി പിടിച്ചിട്ട് നന്നായിട്ട് പൊങ്ങുക. എന്നിട്ട് മുകളിലോട്ട് നോക്കുക, മോന്തായത്തിലേക്ക് നോക്കുക. എന്നിട്ട് 1 2 ശ്വാസം എടുക്കുക, വിടുക എല്ലാവരും. 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. മകരാസനത്തിൽ കിടക്കുക കുറച്ച് സമയം. എന്നിട്ട് പുഷ്പാസനം 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. എന്നിട്ട് മകരാസനത്തിൽ കിടക്കുക കുറച്ചു നേരം. എന്നിട്ട് മലർന്ന് കിടക്കുക.
എന്നിട്ട് അർദ്ധപവനം മുക്താസനം എന്ന് പറയൂ. അങ്ങനെ കൈ ഇങ്ങനെ കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10. കാല് പൊക്കുക. 1 2 3 4 5 6 7 8 9 10. അടുത്തത് ഇങ്ങനെ വയറിനോട് അടുപ്പിക്കുക. എന്നിട്ട് കാല് 1 2 3 4. ഞങ്ങൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എണ്ണാൻ പറ്റൂല, അപ്പം ഞാൻ ശ്വാസം എടുത്തതാണ്. ഇനി അടുത്തത് നമ്മൾ ഇങ്ങനെ കിടന്നും ചെയ്യുക. ഇങ്ങനെ നിലത്ത് മുട്ട് കുത്തുക, കാലിൻ്റെ മുട്ട്. 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. അതുപോലെ നമ്മൾ ഇരുന്ന് കൊണ്ടും അതുപോലെ തന്നെ ചെയ്യാം. ഇങ്ങനെ വെച്ചിട്ട് 1 2 3. കൈ ഇവിടെ മുട്ട് പറ്റുന്നെല്ലാം കൈ കൊണ്ട് കൊടുക്കുക. 4 5 6 7 8 9 10. 10 പ്രാവശ്യം ആക്കിയുള്ളൂ. ഇനി അതുപോലെ തന്നെ ഇപ്പുറത്തെ കാലെടുത്ത് വെക്കുക. എന്നിട്ട് 1 2 3 4 5 6 7 8 9 10. അങ്ങനെ ചെയ്യും. നമ്മൾ ഇങ്ങനെ കാല് വെച്ചിട്ട് 1 2 3 4 5 6 7. മുട്ട് നിലത്ത് കുത്തണം രണ്ടും. 8 9 10 10 9 8 7 6 5 4 3 2 1. അങ്ങനെ ചെയ്യാം. നമ്മൾ കുറച്ചുകൂടെ കിടന്നിട്ട് തന്നെ ചെയ്യും. ഇനി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എന്നിട്ട് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് വേണം വെച്ചാൽ ആദ്യം വിരൽ പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ ആ ഭാഗത്ത് ഇങ്ങനെ 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1.
ഇതൊരു കാലം മുട്ട് മടക്കി താത്തുക. പിന്നെ നമുക്ക് 1 2 3 4 5 6 7 8 9 10. കുറച്ചും കൂടി ചെയ്യാം. 10 9 8 7 6 5 4 3 2 1. അത് 20 ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ 10 ചെയ്താൽ മതി. പിന്നെ ഇങ്ങനെ കുറേ ഇങ്ങനെ കൊണ്ടുപോകണമെന്നില്ല, കുറച്ച് ഇങ്ങനെ കൊണ്ടുപോയാൽ മതി, കുറച്ച് അങ്ങനെ മതി. ഇങ്ങനെ എടുത്ത് വെക്കുക, കാലിനുള്ളിലേക്ക് വളച്ച് പിടിക്കുക, ഇങ്ങനെ ഇരിക്കുക. 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. ഇങ്ങനെ ചൊറ അയച്ചെടുത്തിട്ട് എടുക്കുക. എന്നിട്ട് ഈ കാലെടുത്ത് പുറം വെക്കുക. എന്നിട്ട് ഇതിനുള്ളിൽ കൂടെ ചൊറച്ച് പിടിക്കുക. 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാലൊക്കെ ഒന്ന് ഫ്ലെക്സിബിൾ ആകാൻ വേണ്ടി ചെയ്യുന്നതാണ്. അല്ല, നമ്മൾ പ്രായമൊക്കെ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കാലിനൊക്കെ ഭയങ്കര ഒരു ടൈറ്റ് ആയിരിക്കും. അതുകൊണ്ട് അപ്പം നമ്മളെല്ലാ ഭാഗവും ഒന്ന് ഫ്ലെക്സിബിൾ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചുറ്റി പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം നമുക്ക് എവിടെ ഓടാനും പാടാനും എവിടെയെങ്കിലും ചാടി വീഴാനും അങ്ങനത്തെ ഒക്കെ കാലിന് നല്ലൊരു വഴക്കം കിട്ടും നമ്മളിങ്ങനെയൊക്കെ ചെയ്താൽ. എന്നിട്ട് പ്രായം കൂടുന്തോറും ഇങ്ങനെ സ്റ്റിഫായി പോകും നമ്മളെ കാലിൻ്റെ ഓരോരോ ജോയിന്റുകളൊക്കെ. അപ്പോൾ ആ ജോയിന്റുകളൊക്കെ ഒന്ന് നല്ലൊരു ഫ്ലെക്സിബിൾ ആകാൻ വേണ്ടിയിട്ട് ആണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇനി ഒരു നൗകാസനം പോലെ ചെയ്യാം. ഓരോരുത്തർക്കാവും പോലെ ചെയ്താൽ മതി. 1 2 3 4 5 6 7 8 9 10. നമ്മൾ ഫസ്റ്റ് ചെയ്ത എക്സസൈസിന്റെ കൂട്ടത്തിൽ അടുത്തൊരു ഭാഗമായിട്ടാണ്, രണ്ടും കൂടി അടുപ്പിച്ചാണ് ഇടുക. ഫുള്ള് കണ്ടിട്ട് ഈ ടൈം മൊത്തം ഇത് ചെയ്യാൻ വേണ്ടി നോക്കുക. ആ 2 വീഡിയോ കൂടി ഒരുമിച്ച് ചെയ്യണം, എന്നാൽ ഏറ്റവും സുഖമാണ്. പിന്നെ നമ്മളൊരു മെഡിറ്റേഷനൊക്കെ ഇരിക്കുമ്പോൾ കുറേ സമയം വരൂലേ, അതുകൊണ്ട് നമ്മൾ യോഗ നിദ്ര എന്നൊക്കെ പറയുന്ന കുറേ ടൈം പിടിക്കും. അപ്പോൾ യോഗ നിദ്രയൊക്കെ നിങ്ങൾ ചെയ്യുക. നമ്മളിപ്പോൾ ചെറിയ ഏതെങ്കിലും ഒരു ബ്രീത്ത് എക്സസൈസ് ചെയ്യല്ലേ, ഇന്നർ ഹീറ്റ് ബ്രീത്തിങ് ഏതെങ്കിലും, അത് ശരീരത്തിൻ്റെ ഉൾഭാഗം നമ്മളിപ്പോൾ കുറച്ച് ഫ്ലെക്സിബിളായ ഇതൊക്കെയല്ലേ ചെയ്തത്. അപ്പോൾ ശരീരത്തിൻ്റെ ഉൾഭാഗം ഒന്ന് തടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു എന്താ പറയുക, ഒരു നമ്മുടെ മൂക്കിലേക്ക് ശ്വാസം എടുത്തിട്ട് ഇങ്ങനെ ഈ പല്ല് രണ്ടും കടിച്ചു വെച്ചിട്ട് ഇങ്ങനെ വായിലേക്ക് ശ്വാസം എടുക്കുക, എന്നിട്ട് മൂക്കിൽ കൂടെ ശ്വാസം വിടുക. ഒരു ഇന്നർ ഹീറ്റ് ആണിത്.
ചെയ്യാണേ. രണ്ടും ചിന്മുദ്രയിൽ പിടിക്കുക. എന്നിട്ട് വായിലൂടെ ഇങ്ങനെ പല്ല് കടിച്ചു വെക്കുക. എന്നിട്ട് ശ്വാസം എടുത്തിട്ട് മൂക്കിലൂടെ വിടുക. എന്നിട്ട് വീണ്ടും പല്ല് കടിച്ചു വെച്ചിട്ട് മൂക്കിലെ ശ്വാസം എടുക്കുക. എന്നിട്ടാ വിടുക. ഫസ്റ്റ് കുറച്ചൊരു 5 എണ്ണം ചെയ്യാം. അത് ഉള്ളിലെ ഹീറ്റ് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അത് വേറെ ഒന്നും കൂടി ഒരു കോട്ടുവായ അതും കൂടി ചെയ്യാം. ആദ്യം ശ്വാസം എടുക്കുക. എന്നിട്ട് കോട്ടുവായ രൂപത്തിൽ അത് പുറത്തേക്ക് പോകുക. ഉള്ളിലെ ചൂട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അതൊരു കോട്ടുവായായിട്ട് ഫുള്ള് കോട്ടുവായിട്ട് വരികയാണെങ്കിൽ അത് നല്ലോണം ആത്മാർത്ഥമായിട്ട് ചെയ്തെന്നുള്ളതാണ്. അപ്പൊ മൂക്കിലൂടെ ശ്വാസം എടുക്കുക, കോട്ടുവായ ഇടുക. അതാണ്. എല്ലാവരും നന്നായി ചിന്മുദ്ര കൈവെക്കുക, നൂർന്നിരിക്കുക, ചെസ്റ്റൊക്കെ വിരിച്ചു വെക്കുക. കണ്ണ് തുറന്നു വെക്കുന്നതിന് കുഴപ്പമില്ല. അത് നിങ്ങളതിന്റെ ഞാൻ എത്ര പ്രാവശ്യം ഫുള്ളാക്കി എന്നുള്ളത് അതുപോലെ നിങ്ങൾ അങ്ങനെ തന്നെ ഫുള്ളാക്കുക. കഴിഞ്ഞ വീഡിയോന്റെ കൂട്ടത്തിൽ ഇത് കൂട്ടത്തിൽ ചെയ്യാട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിനം നേരാണ്. മെഡിറ്റേഷൻ ചെയ്യുക, യോഗ നിദ്ര ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, എന്നിട്ട് എണീക്കുക. ഓക്കെ.